ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ കെയർ ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൂടുകാലമാണ്, നല്ല മുടി കൊഴിച്ചിലൊക്കെ കാണും. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആവും, ചിലപ്പോൾ ക്ലോറിൻ വാട്ടറിൻ്റെ അതുകൊണ്ട് നമുക്ക് മുടി കൊഴിയാറുണ്ട്. ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ നമുക്ക് മുടി കൊഴിയും. പിന്നെ നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മളെ ഹെയറൊക്കെ നല്ല രീതിയിൽ കൊഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ പല സാഹചര്യത്തിൽ നമ്മൾ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ നമുക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബേബി ഹെയർസ് തൊട്ടിട്ട് അതേപോലെ നമ്മളെ ഹെയർ റൂട്ട് തൊട്ടിട്ട് വളർന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് നമ്മൾ ആഴ്ചയിലോ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ആഴ്ചയിലോ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും വീട്ടിൻ്റെ അടുത്തും വീടുകളിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കേണ്ട നീമാണ്. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് നമുക്കത് മാറ്റാം. നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. നമ്മളതിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളത് ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നമ്മളത് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ആ വാട്ടർ മാത്രം മാറ്റി വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ താരനുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. താരൻ മാറ്റാനും നമ്മൾ സ്കാൽപ്പിലൊക്കെ ഭയങ്കര ഇച്ചിങ് ഉണ്ടാവില്ലേ, നമുക്ക് ഇച്ചിങ് ഒക്കെ മാറ്റാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ നീം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് റോസ്മേരിയാണ്. റോസ്മേരി ഞാനൊരു പാക്കറ്റ്, ഇത് ഓൺലൈനിൽ വാങ്ങിച്ച പാക്കറ്റാണ്. അപ്പോൾ അധിക വിലയൊന്നുമില്ല, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതുള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിലേക്ക് വെള്ളത്തിലിടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളത് ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് അത്ര എമൗണ്ട് വാട്ടർ തന്നെ മതി. ജസ്റ്റ് ബോയിൽ ചെയ്യുക, നല്ല തിളച്ച് വരണം. എന്നിട്ട് കാരണം അതിൻ്റെ ആ ലീവ്സിന് നമുക്ക് നല്ല നീരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം റോസ്മേരി ഭയങ്കര യൂസ്ഫുള്ളാണ് ഹെഡിന്. നമ്മളെ ഹെയർ ഫോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത്. നമ്മളെ ഹെയർ നല്ല സ്ട്രെങ്തൻ ആക്കാനും നമുക്ക് നല്ല ഹെയർ നല്ല തിക്കായിരിക്കാനും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ റോസ്മേരി നമുക്കറിയാം, ഞാൻ റോസ്മേരി ഈ നീമിൻ്റെ കൂടെ അല്ലാതെ തന്നെ ഞാൻ റോസ്മേരി മാത്രം ഒരു ബോട്ടിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ബോയിൽ ചെയ്തത് മാത്രം ഞാനൊരു ഫിൽട്ടർ ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നൈറ്റ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. തലയിൽ നല്ല സ്കാൽപ്പിൽ അടിച്ചു കൊടുത്തിട്ട് ഡ്രൈ ആവണതിൻ്റെ മുന്നേ തന്നെ കോംബ് ചെയ്യുക, നല്ലതായിട്ട് കോംബ് ചെയ്യുക. കാരണം എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കോംബ് ചെയ്താൽ അന്ന് രാത്രി ഫുള്ള് വിട്ടിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. റോസ്മേരി മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിത് റോസ്മേരി നല്ല ബോയിലായതിനു ശേഷം അരിച്ചെടുത്തിട്ട് നീമിൻ്റെയിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. ചിലവർക്ക് നീം മാത്രം പറ്റിയെന്ന് വരില്ല, കാരണം ചിലവർക്കത് അലർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തലയിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ നീം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തതുകൊണ്ട് ഇത് പുറത്ത് വെക്കാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം നമുക്ക് തേക്കുകയാണെങ്കിൽ ആ ഡേ തന്നെ നമ്മൾ തേച്ച് പോകണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത് ചീത്തയാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫ്രിഡ്ജില്ല, ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലൊക്കെ ഫ്രിഡ്ജില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ റോസ്മേരി മാത്രം യൂസ് ചെയ്യുക. റോസ്മേരി ഒന്നും ആവില്ല. അപ്പോൾ റോസ്മേരി നിങ്ങൾക്ക് ഇതേമാതിരി ഒരു ബോട്ടിൽ സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോസ്മേരി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. നീമാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെനിഫിറ്റ്സ് ആണ്. കാരണം പുതിയ ഹെയർ ഗ്രോത്ത്, നല്ല ബേബി ഹെയർസൊക്കെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നീം എന്ന് പറയുന്നത്. Okay, thank you for watching. Subscribe my channel. Thank you.